ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫി അല്ലെങ്കിൽ SSC റെയിൽവേ എക്സാം സീരീസിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയിലെ അടുത്തൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററിലോട്ടാണ് നമ്മളിന്ന് കടക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്ത്യൻ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തിനെ പറ്റി നോർത്തേൺ മൗണ്ടൻ അൽസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ട്രാൻസ്ഹിമാലയെ പറ്റി പഠിച്ചതാണ്. ആ ക്ലാസ് കാണാത്തവരുണ്ട്, ആ ഒരു ക്ലാസ് കണ്ടിട്ട് വേണം ഈ രണ്ടാമത്തെ പാർട്ട് കാണാൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർത്തേൺ മൗണ്ടന്റെ അടുത്തൊരു ഭാഗം അല്ലെ, ട്രാൻസ്ഹിമാലയ കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് ഭാഗമാണ് നമ്മുടെ ഹിമാലയം അല്ലെ. നമുക്ക് എക്സാം നിങ്ങൾ നോക്കിയാൽ കാണാം, ഇന്ത്യൻ ജോഗ്രഫിയിൽ വളരെ പ്രധാനമായും അവരെപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഹിമാലയത്തെ പറ്റിയുള്ള ഭാഗം. ഹിമാലയത്തെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിച്ചു വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സെന്ററുകൾ നമ്മുടെ ട്രിവാൻഡ്രം, കൊട്ടാരക്കര, അതുപോലെ തന്നെ കാലിക്കറ്റിലുണ്ട്. നമുക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ദിശ അക്കാഡമിയുടെ തന്നെ എന്തുണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. പ്ലേ സ്റ്റോറിൽ ദിശ അക്കാഡമിയുടെ തന്നെ ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ മെന്ററിംഗ് സപ്പോർട്ടും നമ്മൾ എന്താണ് നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഹിമാലയം അല്ലേ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലനിരയാണ് ആര്, ഹിമാലയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നറിയോ, ലോകത്തിലെ ഒരുപാട് മൗണ്ടൻസ് ഉണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ഒരു മലനിരയാണ് ആര്, ഹിമാലയം എന്ന് പറയുന്നത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഒരു മലനിരയാണ് ആര്, ഹിമാലയം. അതുകൊണ്ട് തന്നെ പറയും ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മലനിര ആരെന്ന് ചോദിച്ചാൽ ആരാണ്, അത് ഹിമാലയം മലനിരകളാണ്. ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മലനിര ആരെന്ന് ചോദിച്ചാൽ ആരാണ്, ഹിമാലയമാണ്. ഹിമാലയത്തിന്റെ അപ്രോക്സിമേറ്റ്ലി ലെങ്ത് എന്ന് പറയുന്നത് 2500 കിലോമീറ്റർ നീളമുണ്ട് കേട്ടോ. ഏകദേശമുള്ള ഒരു നീളമാണ്. ഒരു അപ്രോക്സിമേറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 2500 കിലോമീറ്റർ നീളം ആർക്കുണ്ട്, ഹിമാലയ പർവ്വതത്തിന് ഉണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഫോൾഡ് മൗണ്ടൻ, ഒരു മടക്ക് പർവ്വതമാണ് ആര്, ഹിമാലയം കേട്ടോ. ഹിമാലയം എന്ത് ടൈപ്പ് ഓഫ് മൗണ്ടൻ എന്ന് ചോദിച്ചാൽ ഹിമാലയം എന്ത് ടൈപ്പ് ഓഫ് മൗണ്ടൻ ആണ്, ഹിമാലയം ഒരു ഫോൾഡ്. എന്താണ് ഈ ഫോൾഡ്? നമ്മുടെ മൗണ്ടൻസ് തന്നെ പ്രധാനമായും ബ്ലോക്ക് മൗണ്ടൻ, ഫോൾഡ് മൗണ്ടൻ, വോൾക്കാനിക് മൗണ്ടൻ, റെസിഡുവൽ മൗണ്ടൻ, ഇങ്ങനെ 4 മൗണ്ടൻസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഫോൾഡ്, ബ്ലോക്ക്, വോൾക്കാനിക്, റെസിഡുവൽ. ഇങ്ങനെ 4 മൗണ്ടൻസ് ആയിട്ട് നമ്മുടെ പർവ്വതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഫോൾഡ് മൗണ്ടൻ എന്ന് പറയുന്നത്. എന്താണ് ഫോൾഡ് മൗണ്ടൻ അഥവാ മടക്ക് പർവ്വതം എന്ന് പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൻകരകൾ രൂപീകരിക്കാൻ കാരണമായ തിയറീസ് അല്ലെ, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതാണ് പ്ലാക്ക് ടെക്ടോണിക് തിയറി. അങ്ങനെ തിയറികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ തിയറി ബേസിലാണ് നമ്മൾ ഇന്ന് കാണുന്ന കോണ്ടിനെന്റും ഓഷ്യൻസും ഉണ്ടായി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ അതില് പ്ലാക്ക് ടെക്ടോണിക് തിയറി, പ്ലാറ്റ് ബലകങ്ങൾ, ബലക സിദ്ധാന്തം, പ്ലാക്ക് ടെക്ടോണിക് തിയറി. ആ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രസ്റ്റിൽ, നമ്മുടെ ഭൂമിയുടെ സർഫസ് പാർട്ട്, അതാണ് പറയുന്ന പേരാണ് പ്ലേറ്റുകൾ. ഈ പ്ലേറ്റുകൾ പണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്താണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായി 2 പ്ലേറ്റുകൾ ഇങ്ങനെ മൂവ് ചെയ്ത് വന്ന് കൂട്ടി ഇടിക്കുമ്പോൾ, 2 പ്ലേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുമ്പോഴാണ് കൂട്ടി ഇടിക്കുമ്പോൾ ആ കൂട്ടിമുട്ടലിന്റെ നടുവിലായി ഒരു പർവ്വതം രൂപപ്പെടും. എന്താണ് ഇവിടെ സംഭവിച്ചത്? 2 പ്ലേറ്റ്, 2 ബലകങ്ങൾ ചലിച്ച് മൂവ് ചെയ്ത് വന്ന് കൂട്ടി ഇടിക്കുമ്പോൾ, കൺവെർജ് ചെയ്യുമ്പോൾ, ആ കൺവെർജിന്റെ സെന്റർ ഭാഗത്തിലായി ഒരു ടൈപ്പ് ഓഫ് മൗണ്ടൻ ഉണ്ടാവും. ആ മൗണ്ടനെ വിളിക്കുന്ന പേരാണ് ഫോൾഡ് മൗണ്ടൻ. അങ്ങനെ ഉണ്ടാവുന്ന മൗണ്ടൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്,
ഫോൾഡ് മൗണ്ടൻ. അപ്പൊ എങ്ങനെയാ ഫോൾഡ്? രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുമ്പോഴാ? കൺവെർജ് ചെയ്യുമ്പോൾ, കൂട്ടിയിടിക്കുമ്പോൾ ആ കൂട്ടിമുട്ടന്റെ നടുവിലായി രൂപപ്പെടുന്ന പർവ്വതങ്ങൾ എന്തെന്ന് പറയും? ഫോൾഡ് മൗണ്ടൻ എന്ന് പറയും. അപ്പൊ ഇവിടെ ഹിമാലയം എന്നൊരു ഉദാഹരണമാണ്. ഹിമാലയം എന്ത് മൗണ്ടനാ? ഹിമാലയം ഒരു ഫോൾഡ് മൗണ്ടൻ അല്ലെ. ഹിമാലയം എന്ത് മൗണ്ടൻ ആണ്? ഹിമാലയം ഒരു ഫോൾഡ് മൗണ്ടൻ. അതിനർത്ഥം ഹിമാലയം ഏതൊക്കെയോ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതാണ് അല്ലെ. ഏതൊക്കെ പ്ലേറ്റ് നോക്കടാ? ഹിമാലയം കൂട്ടിയിടിച്ചത് ഒന്ന് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും മറ്റൊന്ന് യുറേഷ്യൻ പ്ലേറ്റ്. ഏതൊക്കെ പ്ലേറ്റ് കൂട്ടിയിടിച്ചാണ് ഹിമാലയം? ഒന്ന് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും മറ്റൊന്ന് യുറേഷ്യൻ പ്ലേറ്റും. യുറേഷ്യൻ പ്ലേറ്റും ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും കൂട്ടിയിടിച്ചാണ് ആരുണ്ടായത്? ഹിമാലയം ഉണ്ടായത്. സോ കൂട്ടിയിടിച്ചുണ്ടായത് കൊണ്ട് തന്നെ ഹിമാലയം എന്ത് മൗണ്ടൻ? ഒരു ഫോൾഡ് മൗണ്ടൻ. ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോൾഡ് മൗണ്ടൻ. 2500 കിലോമീറ്റർ നീളമുള്ള ഹിമാലയ പർവ്വതം അല്ലെ. എത്രയാ നീളം? 2500 കിലോമീറ്റർ. എന്ത് ടൈപ്പ് ഓഫ് മൗണ്ടൻ? ഒരു ഫോൾഡ് മൗണ്ടൻ ആണ് ആര്? ഹിമാലയം. ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോൾഡ് മൗണ്ടൻ ആരും ചോദിച്ചാൽ ആരാണ്? അത് ഹിമാലയമാണ്. ഓക്കേടാ. നമ്മൾ ഇനി ഹിമാലയത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഹിമാലയ പർവ്വതത്തെ നമ്മൾ പ്രധാനമായും 3 പ്രദേശങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്നറിയോ? ഹിമാലയത്തിന്റെ ഏറ്റവും ടോപ്പ് വശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റർ ഹിമാലയ എന്ന് പറയും. ഹിമാലയത്തിന്റെ ഏറ്റവും ടോപ്പ് വശം, അതായത് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്, ഹിമാലയത്തിന്റെ ഏറ്റവും ടോപ്പ് വശം എന്ന് പറയുന്നത് ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 6000 മീറ്റർ. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 6000 മീറ്ററിന് മുകളിലോട്ടുള്ള പ്രദേശമാണ് എന്ത്? ഹിമാലയത്തിന്റെ വളരെ ഹൈറ്റ് ആണല്ലേ. 6000 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കാണ്, വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് അല്ലേ. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും ആവറേജ് എത്രയാ? 6000 മീറ്ററിന് മുകളിലോട്ടുള്ള പ്രദേശമാണ് എന്ത്? ഈ ഗ്രേറ്റർ ഹിമാലയ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എന്താണ്? ഗ്രേറ്റർ ഹിമാലയ. എടാ, ഈ 6000 മീറ്ററിന് മുകളിലോട്ടുള്ള പ്രദേശമാണ്. ഇവിടെ എന്തായിരിക്കും കാണുന്നത്? ഈ പ്രദേശത്ത് നമ്മൾ പോയാൽ അവിടെ ചുറ്റുപാട് നമ്മൾ കാണുന്നത് എന്തായിരിക്കും? അത്രേ ഹൈറ്റ് അല്ലേ. 6000 മീറ്ററിന്റെ മുകളിലാണ് അവിടെ നമ്മൾ കാണുന്നത് വലിയ വലിയ പർവ്വതങ്ങളാണ് അല്ലെ. വലിയ വലിയ എന്താണ്? മഞ്ഞുമലകളാണ് നമ്മൾ ആ പ്രദേശത്ത്. അപ്പൊ ഗ്രേറ്റർ ഹിമാലയയിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താടാ? വലിയ വലിയ പർവ്വതങ്ങളാണ്, വലിയ വലിയ മഞ്ഞുമലകളാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഗ്രേറ്റർ ഹിമാലയ. കാരണം ഗ്രേറ്റർ ഹിമാലയയുടെ ആവറേജ് ഹൈറ്റ് എത്രയാണ്? 6000 മീറ്ററിന് മുകളിലോട്ടുള്ള പ്രദേശങ്ങളാണ്. ഓക്കെ. ദെൻ അവിടെ നമ്മൾ താഴോട്ട് വരികയാണ്. ആ ഹൈറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരികയാണ്, താഴോട്ട് വരികയാണ്. രണ്ടാമത്തെ ഭാഗം ലെസ്സർ ഹിമാലയ. ഏതാണ്? ലെസ്സർ ഹിമാലയ. അതായത് 6000 മീറ്ററിന്റെ താഴെ 1200 മീറ്റർ വരെയുള്ള പ്രദേശം കേട്ടാ. 6000-നും 1200 മീറ്ററിനും ഇടയിലുള്ള ഒരു പ്രദേശം. ആ പ്രദേശം നമ്മൾ വിളിക്കുന്ന പേരാണ് ലെസ്സർ ഹിമാലയ എന്ന് പറയും. അപ്പൊ പൊതുവെ നമ്മുടെ ഗ്രേറ്റർ ഹിമാലയക്കാളും ഹൈറ്റ് കുറവാണ് ആർക്ക്? ലെസ്സർ ഹിമാലയ ഭാഗം കുറച്ചുകൂടെ താഴെയാണ് അല്ലേ. ഇവിടെ എന്തായിരിക്കും കാണുന്നത്? ആ പ്രദേശത്ത് നമ്മൾ എന്തായിരിക്കും കാണുന്നത്? നേരത്തെ നമ്മൾ വലിയ വലിയ മലയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തായിരിക്കും കാണുന്നത്? ഇതും ഒരു ഹൈറ്റ് ഒക്കെ നമ്മൾ നോക്കണമെങ്കിൽ 1200 മേളിലോട്ടാ. ആവശ്യത്തിന് ഹൈറ്റ് ഒക്കെ ഉണ്ടല്ലേ. ആവറേജ് ഒരു 2000-3000 ആവറേജ് ഹൈറ്റ് ഒക്കെ ഈ പ്രദേശത്തിന് ഉണ്ട്. പക്ഷെ ഇതൊരു മലയല്ല അല്ലേ. മല നമ്മൾ കണ്ടു, ഇവിടെയാണ് മല. നമ്മൾ സാധാരണ ഒരു പ്രദേശത്ത് നിന്നും മുകളിലോട്ട് കയറുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഹൈറ്റിൽ കയറുന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ മല കയറി എന്നാണോ പറയുന്നത്? ആണോടാ? മല കയറി എന്ന് മാത്രമാണോ പറയുന്നത്? വേറൊരു വാക്ക് നമ്മൾ യൂസ് ചെയ്യും അല്ലേ, കുന്നുകൾ അല്ലേ. നമ്മൾ കുന്നുകൾ കയറി എന്നും പറയും. എന്താണ് ഈ കുന്നും മലയും തമ്മിലുള്ള വ്യത്യാസം? വളരെ ഹൈറ്റുള്ള പ്രദേശമാണ് നമ്മൾ അതിനെ മലയെന്ന് വിശേഷിപ്പിക്കും അല്ലെ. അതിൻ്റെ ഒരു ആവറേജ് ഹൈറ്റുള്ള പ്രദേശമാണ് നമ്മൾ അതിനെ പറയും എന്താണ്? ഒരു കുന്ന് കയറി, ചെറിയൊരു കുന്ന് കയറി, ഒരു ചെറിയ ഹൈറ്റ് ആണ് നമ്മൾ പറയും എന്താണ്? അതൊരു കുന്നെന്ന് പറയും. സോ ഹിമാലയത്തിന്റെ രണ്ടാമത്തെ തട്ടിൽ നമ്മൾ കാണുന്നത് ഹിൽസ് ആണ്, കുന്നുകളാണ്. എന്താണ് നമ്മൾ കാണുന്നത്? ലെസ്സർ ഹിമാലയകളിൽ നമ്മൾ കാണുന്നത് കുന്ന്. ഗ്രേറ്റർ ഹിമാലയകളിൽ നമ്മൾ കണ്ടത് വലിയ വലിയ മലയാണ്. ലെസ്സർ ഹിമാലയയിൽ നമ്മൾ കണ്ടത് കുന്നുകളാണ് അല്ലേ. കാരണം അതിനേക്കാൾ ഹൈറ്റ് കൂടുതലാണ് അവിടെ ഗ്രേറ്റർ ഹിമാലയയിൽ അല്ലേ. സോ കുന്നുണ്ട്, കുന്നിന്റെ താഴത്തെ വശത്ത് നമ്മളൊരു പേര് പറയും താഴ്വാരം.
വാലീസ് അല്ലെ, ഹിൽസ് ആൻഡ് വാലീസ്. ലെസ്സർ ഹിമാലയയിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഹിൽസ് ആൻഡ് വാലി, കുന്നുകളും താഴ്വാരങ്ങളും നിറഞ്ഞ പ്രദേശം. അതാണ് ഏത്? ലെസ്സർ ഹിമാലയ എന്ന് പറയുന്നത്. ലെസ്സർ ഹിമാലയ നമ്മൾ പറയുന്നത് എന്താണ്? കുന്നുകളും താഴ്വാരങ്ങളും. അല്ലേ, നമ്മൾ നോർമലി നമ്മളൊരു ഹിമാലയം കാണാൻ പോകുന്നുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ ഹിമാലയം കാണാൻ പോകുക എന്നുള്ളത് അല്ലേ. അപ്പൊ ഹിമാലയം കാണാൻ പോകുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക എല്ലാവരും പോകുന്നത് ഈ ഒരു പ്രദേശത്താണ്. ഏതാ? ലെസ്സർ ഹിമാലയയിലാണ്. കാരണം ഗ്രേറ്റർ ഹിമാലയയിൽ നമ്മൾ പോകണമെങ്കിൽ അവിടെ തന്നെ ആവറേജ് ഹൈറ്റ് എത്രയാ? 6000 മീറ്റർ. 6000 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആനമുടിയുടെ തന്നെ 3 ഇരട്ടി വലിപ്പമാണ് അല്ലേ. ആനമുടി തന്നെ 2695 മീറ്റർ ആണ് അല്ലേ. നമുക്ക് മൂന്നാർ പോയാൽ അറിയാം, സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്കാണ് ആനമുടി. അതിന്റെ 3 ഇരട്ടി വലിപ്പം ഉണ്ട് ആർക്ക്? ഗ്രേറ്റർ ഹിമാലയയുടെ ആവറേജ് ഹൈറ്റ് അല്ലേ എന്ന് പറയുമ്പോൾ നമ്മളൊരു മൗണ്ടനർ ആണെങ്കിൽ മാത്രമേ ഗ്രേറ്റർ ഹിമാലയ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് ഹിമാലയം കാണാൻ പോകുന്ന പറയുമ്പോൾ നമ്മൾ ഓടിപ്പോകല്ലേ, മണാലി, കാശ്മീർ, ഷിംല, ഡാർജിലിംഗ് ഒക്കെ പറയും. അതൊക്കെ ഹിമാലയമാണ്. പക്ഷെ അത് ഹിമാലയത്തിന്റെ ഏത് ഭാഗമാണ്? അതൊക്കെ ഹില്ലല്ലടാ, അതൊക്കെ ഹിൽ സ്റ്റേഷൻ അല്ലേ, കുന്നുകളല്ലേ. കുന്നാണ് ഏത് വശം? ലെസ്സർ ഹിമാലയ അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഒരു ഹില്ലാണ്, ഹിൽ സ്റ്റേഷൻ ആണ് ലെസ്സർ ഹിമാലയ. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഒരു പർവ്വതമാണ്, എവറസ്റ്റോ കാഞ്ചൻജംഗ പോലുള്ള ഒരു പർവ്വതമാണ്. അത് ഏതായിരിക്കും? ഗ്രേറ്റർ ഹിമാലയ. ഓക്കെ, ദെൻ മൂന്നാമത്തെ, അതായത് 1200 മീറ്ററിന് താഴോട്ടുള്ള പ്രദേശം, 1200 മീറ്റർ താഴെ പ്രദേശത്ത് നമ്മൾ മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ പറയും ഔട്ടർ ഹിമാലയ എന്ന് പറയും. ഗ്രേറ്റർ, ലെസ്സർ, ഔട്ടർ അല്ലെ. ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? 6000 മീറ്ററിന് മുകളിലോട്ടുള്ള പ്രദേശം ഗ്രേറ്റർ ഹിമാലയ. അവിടെ എന്താ കാണുന്നത്? വലിയ വലിയ പർവ്വതങ്ങൾ. ആ 6000 മീറ്ററിന്റെ താഴോട്ടുള്ള പ്രദേശം ഏത് വരെ? 1200 മീറ്റർ വരെയുള്ള പ്രദേശം. അതിന് നമ്മൾ പറയും ലെസ്സർ ഹിമാലയ. അവിടെ എന്താ കാണുന്നത്? കുന്നുകളും താഴ്വാരങ്ങളും. ഇനി അതിന്റെ താഴോട്ടുള്ള 1200 മീറ്റർ താഴോട്ടുള്ള പ്രദേശം അതിനെ പറയും ഔട്ടർ ഹിമാലയ എന്ന് പറയും. അവിടെ എന്താ കാണുന്നതെന്ന് അറിയോ? അവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഡൂണുകൾ എന്ന് പറയുന്ന പ്രദേശം. ഡൂണ് എന്താണ്? ഡൂണ് അല്ലെ, എന്താണ് ഡൂൺ? ഹിമാലയത്തിൽ എന്താണ് ഈ ഡൂൺ എന്ന് പറയുന്ന പ്രദേശങ്ങളുടെ പ്രത്യേകത? എന്താണ് ഈ ഡൂൺ എന്നറിയോ? ശരിക്കും ഡൂൺ എന്ന് പറഞ്ഞാൽ ഇതൊരു മല, ഇതൊരു മലയാണ്. ഈ മല അങ്ങനെ നീണ്ടു പോവുകയാണ്. ഇതിന്റെ പാരലാറ്റ് ഇപ്പുറത്തും ഒരു മല, ഇതും അങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പൊ 2 മലകൾ അങ്ങനെ നീണ്ടു പോവുകയാണ്. ഈ 2 മലയ്ക്കും ഇടയിലുള്ള ഈ ഒരു സ്ഥലം കണ്ടോ അല്ലെ, ഇതൊരു മലയാണ്, ഇതൊരു മല, അങ്ങനെ നീണ്ടു പോവുകയാണ്. ഈ 2 മലകൾക്കും ഇടയിലായി നമ്മൾ ഈ കാണുന്ന പ്രദേശം ഇതൊരു താഴ്വാരമാണ് അല്ലെ. ഇതൊരു താഴ്വാരമാണ്. നമ്മൾ ഇതിനു മുമ്പും താഴ്വാരം കണ്ടു അല്ലെ. ലെസ്സർ ഹിമാലയയിൽ കുന്നിന്റെ വശത്തും നമ്മൾ വാലീസ് കണ്ടു. ആ വേലിയും നമ്മൾ ഇപ്പൊ ഈ പറയുന്ന പ്രശ്ന വേലിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ ലെസ്സർ ഹിമാലയയിൽ കണ്ട ഒരു കുന്നിന്റെ താഴ്വാരം എന്ന് പറയുമ്പോൾ, കുന്നിന്റെ താഴത്തെ വശം അല്ലെ, അതാണ് താഴ്വാരം. ആ താഴ്വാരം എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു താഴ്വാരമാണ്. ഇവിടെ ലെസ്സർ ഹിമാലയയിൽ നമ്മൾ കണ്ട ലെസ്സർ ഹിമാലയയിലെ കുന്നിന്റെ താഴ്വാരം എന്ന് പറയുന്നത് ഒരു വിശാലമായി കിടക്കുന്ന ഒരു താഴ്വാരമാണ്. എന്നാൽ നമ്മൾ ഇപ്പൊ കാണുന്ന ഔട്ടർ ഹിമാലയയിൽ നമ്മൾ കാണുന്ന ഈ 2 മലയ്ക്കും ഇടയിലുള്ള ഈ ഒരു താഴ്വാരം വിശാലമാണോടാ? അല്ല അല്ലേ. കാരണം 2 മലയുടെ ഇടയിലാണ്. സോ ഇതെന്താ? ഇതൊരു ഇടുങ്ങിയ താഴ്വാരമാണ് അല്ലേ. ഇത് എങ്ങനത്തെ ഒരു താഴ്വാരമാണ്? ഇടുങ്ങിയ ഒരു നാരോ വേലിയാണ് കാണുന്നത്. അങ്ങനെ ഹിമാലയത്തിൽ നാരോ വേലികൾ കാണപ്പെടുന്ന പ്രദേശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൂണുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഡൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാലയത്തിലെ എങ്ങനെയുള്ള നാരോ വേലികൾ കാണപ്പെടുന്നത്, നേർത്ത താഴ്വാരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളെയാണ് ഡൂൺ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൂൺ എന്നറിയൂ? അത് ഡെറാഡൂൺ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൂൺ ഏതാണ്? അത് ഡെറാഡൂൺ. കേട്ടിട്ടുണ്ടോ? ഉത്തരാഖണ്ഡിൽ അല്ലേ, നമ്മുടെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ എന്ന് പറഞ്ഞ പ്രദേശം അതൊരു ഡൂൺ മേഖലയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഡൂൺ ആണ് ആര്? ഡെറാഡൂൺ എന്ന് പറയുന്നത്. ആ ഡെറാഡൂൺ എവിടെയാ വരുന്നത്? ഹിമാലയത്തിന്റെ ഔട്ടർ ഹിമാലയയിലാണ് വരുന്നത്. ഏത് ഭാഗത്താണ്? ഔട്ടർ ഹിമാലയയിലാണ് ഈ ഒരു പ്രദേശം എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പൊ കണ്ടല്ലോടാ, ഹിമാലയത്തെ 3ആയി തരംതിരിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഗ്രേറ്റർ ഹിമാലയ, ലെസ്സർ ഹിമാലയ, ഔട്ടർ ഹിമാലയ അല്ലേ. ഗ്രേറ്റർ, ലെസ്സർ, ഔട്ടർ. ഗ്രേറ്ററിൽ എന്ത് കാണാം? വലിയ വലിയ പർവ്വതങ്ങളെ കാണാം. ലെസ്സറിൽ എന്ത് കാണാം? ഹിൽസ് ആൻഡ് വേലീസ്, കുന്നുകളും
താഴ്വാരങ്ങളും കാണാം. ഔട്ടറിൽ എന്ത് കാണാം? ഔട്ടറിൽ ഡൂണുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഒന്ന് എടുത്തങ്ങ് പഠിച്ചാലോ? ഓക്കെ, ഫസ്റ്റ് വൺ ആരാടാ? ഗ്രേറ്റർ ഹിമാലയ അല്ലേ? എന്താ ഗ്രേറ്റർ ഹിമാലയ എന്ന് പറഞ്ഞാൽ? ആവറേജ് ഹൈറ്റ് 6000 മീറ്ററിന് മുകളിലോട്ടുള്ള പ്രദേശങ്ങൾ. എന്താ അവിടെ കാണുന്നത്? വലിയ വലിയ മഞ്ഞുമലകളെ നമുക്ക് കാണാൻ സാധിക്കും. മഞ്ഞുമലയല്ലേ? സോ ഗ്രേറ്റർ ഹിമാലയ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്തെന്നറിയോ? ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയകളെ നമ്മൾ വിശേഷിക്കുന്ന പേര് എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ഹിമാദ്രി. ഹിമാദ്രി എന്ന പേരിലാണ് ഗ്രേറ്റർ ഹിമാലയ. ക്വസ്റ്റ്യൻ ചോദിക്കും, ഗ്രേറ്റർ ഹിമാലയ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്താ? ഹിമാദ്രി. ഹിമാദ്രി എന്നാണ് ആരറിയപ്പെടുന്നത്? ഗ്രേറ്റർ ഹിമാലയ അറിയപ്പെടുന്നത്. ഈ വാക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്താണ് ഹിമാദ്രി. ഹിമാദ്രി എന്നൊരു പദം നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ ഹിമം. ഹിമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമോ എന്ന് പറഞ്ഞാൽ മഞ്ഞ് അല്ലേ? ഹിമോ എന്ന് പറഞ്ഞാൽ മഞ്ഞ്. അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് കേട്ടോ. അദ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതം, കൊടുമുടി, പീക്ക്. പീക്കിന്റെ മറ്റൊരു പേരാണ് എന്ത്? അദ്രി എന്ന് പറയുന്നത്. പര്യായ പദം നമ്മൾ മലയാളത്തിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്, പര്യായ പദങ്ങൾ. അല്ല, പർവ്വതത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? അദ്രി. അപ്പൊ ഹിമാദ്രി എന്ന് പറഞ്ഞാൽ മഞ്ഞ് കൊണ്ടുള്ള പർവ്വതം. കറക്റ്റ് അല്ലേ? നമ്മൾ ആ ഭാഗത്ത് കണ്ട എന്താ? ഗ്രേറ്റർ ഹിമാലയ നമ്മൾ കണ്ടത് മഞ്ഞുമലകളാണ്. മഞ്ഞുമല ഹിമാദ്രി. മഞ്ഞുമല എന്ന് പറഞ്ഞാൽ എന്താ? ഹിമാദ്രി. സോ ഗ്രേറ്റർ ഹിമാലയ ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? ഹിമാദ്രി. വലിയ വലിയ പർവ്വതങ്ങൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ആ ഹിമാദ്രിയിലാണ് അല്ലേ? ആര്? മൗണ്ട് എവറസ്റ്റ് അല്ലേ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലെ? 8888 മറക്കല്ലേ? ഫസ്റ്റത്തെ 2 ലെറ്റേഴ്സ് ഒരിക്കലും മറക്കരുത്. എവറസ്റ്റ് ആണ് 88 അല്ലെ? 86 ആണ് ഏതാരാ? 86 ആണ് മൗണ്ട് K2 അല്ലെ? 85 ആണ് അത് ലോകത്തിലെ മൂന്നാമൻ കാഞ്ചൻജംഗ അല്ലെ? മറക്കല്ലേ? ഇതിന്റെ ഹൈറ്റ് ചോദിക്കും. 88, 86, 85. 88 എവറസ്റ്റ്, 86 മൗണ്ട് K2, 85 ലോകത്തിലെ തേർഡ് ആര്? കാഞ്ചൻജംഗ. അതില് മൗണ്ട് K2 നമ്മൾ നേരത്തെ കണ്ടു, അത് കാരക്കോറത്തിലാണ്, ഹിമാലയത്തിലല്ല. ഹിമാലയത്തിലാണ് ബാക്കി എല്ലാവരും അല്ലേ? ആര്? എവറസ്റ്റ്. എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്. പക്ഷെ ഇന്ത്യയിലാണോടാ? ഇന്ത്യയിലല്ലേ? എവറസ്റ്റ് ഏത് രാജ്യത്താ? എവറസ്റ്റ് നേപ്പാളിലാണ് അല്ലേ? എവറസ്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? നേപ്പാൾ. ഈ നേപ്പാളിൽ എവറസ്റ്റിന് ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? നേപ്പാളിൽ എവറസ്റ്റിന്റെ പേര്, നേപ്പാളിൽ എവറസ്റ്റിന്റെ പേരാണ് സാഗർ മാത എന്ന് പറയുന്ന പേര് കേട്ടാ. എവറസ്റ്റിന് നേപ്പാളിൽ അറിയപ്പെടുന്ന പേരാണെന്ത്? സാഗർ മാത. സാഗർ മാത എന്ന് പറയുന്ന ഒരു പേരിലാണ് എവറസ്റ്റ് കൊടുമുടി എവിടെ അറിയപ്പെടുന്നത്? നേപ്പാൾ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എവറസ്റ്റിന്റെ നേപ്പാളിലെ പേരെന്താണ്? നേപ്പാളിൽ സാഗർ മാത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ എവറസ്റ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹിമാലയത്തിലെ പീക്ക് കാഞ്ചൻജംഗയാണ്. ആരാണ്? കാഞ്ചൻജംഗ. നമുക്കറിയാം ഏത് സ്റ്റേറ്റിലാണ് കാഞ്ചൻജംഗ വരുന്നത്? കാഞ്ചൻജംഗ ഇന്ത്യയിൽ തന്നെയാണ്, സിക്കിമിലാണ് അല്ലേ? കാഞ്ചൻജംഗ എവിടെയാണ്? കാഞ്ചൻജംഗ സിക്കിമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ആരാണ്? കാഞ്ചൻജംഗയാണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ് ഇന്ത്യയിലെ ഹൈയസ്റ്റ് പീക്ക് മൗണ്ട് K2. സെക്കൻഡ് ഹൈയസ്റ്റ് പീക്ക് ആരാ? ഇന്ത്യയിൽ കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗ സിക്കിമിലാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, കാഞ്ചൻജംഗ സിക്കിമിൽ പൂർണ്ണമായില്ല. സിക്കിം നേപ്പാൾ ബൗണ്ടറിയിലാണ് കാഞ്ചൻജംഗ കേട്ടോ. കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമും ആണ്, എവിടെയുമാണ്? നേപ്പാളിലുമാണ്. അതായത് പൂർണ്ണമായും കാഞ്ചൻജംഗയും എവിടെ ഇല്ല? ഇന്ത്യയിലില്ല. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് മൗണ്ട് K2വും പൂർണ്ണമായി എവിടെ ഇല്ല? ഇന്ത്യയിലില്ല. സോ കാഞ്ചൻജംഗയും അതുപോലെയാണ്. കാഞ്ചൻജംഗയും പൂർണ്ണമായിട്ട് എവിടെ ഇല്ല? ഇന്ത്യയിലില്ല. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നവയിൽ ഏറ്റവും ഹയസ്റ്റ് പീക്ക് അതാരെന്നറിയോ? അത് ഇന്ത്യയിലെ തേർഡ് ഹയസ്റ്റ് പീക്കായ നന്ദാദേവിയാണ്. ഈ നന്ദാദേവിയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ ഇരിക്കുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. നന്ദാദേവി എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് മൗണ്ട് K2, സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് കാഞ്ചൻജംഗ, തേർഡ് ഹയസ്റ്റ് പീക്ക് നന്ദാദേവി. ഇതിൽ ആരാണ് പൂർണ്ണമായി ഇന്ത്യയിൽ ഇരിക്കുന്നത്? അത് മൂന്നാമത്തെ നന്ദാദേവിയാണ്. നന്ദാദേവിയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ ഇരിക്കുന്നവയിൽ ഏറ്റവും ഹയസ്റ്റ് പീക്ക്. ഈ സ്റ്റേറ്റിലെ ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായി എവിടെയാണ് നന്ദാദേവി?
ഇന്ത്യയിലാണ്. പക്ഷെ കാഞ്ചൻജംഗ പൂർണ്ണമായിട്ട് എവിടെ ഇല്ല? ഇന്ത്യയിൽ ഇല്ല. കുറച്ച് ഭാഗം എവിടെ കിടപ്പുണ്ട്? സിക്കിമിലും കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട പീക്കുകൾ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ POK, അതായത് നമ്മുടെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലുള്ള ഹിമാലയത്തിലെ ഒരു പർവ്വതമാണ് നംഗ പർവ്വതം എന്ന് പറയുന്നത്. കേട്ടാ, നമ്മുടെ കാശ്മീരിൽ തന്നെയാണ്. അത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ POKയിൽ ഹിമാലയത്തിൽ വരുന്ന ഒരു പീക്കാണ് നംഗ പർവ്വത് അഥവാ ഡയാമീർ എന്ന് അറിയപ്പെടും. ഡയാമീർ, പർവ്വതങ്ങളുടെ രാജാവ്. കേട്ടോ, ഡയമീറിന്റെ അർത്ഥം എന്താണ്? ഡയമീർ മീൻസ് ദ കിങ് ഓഫ് മൗണ്ടൻ, പർവ്വതങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നംഗ പർവ്വതം കൊടുമുടിയാണ്. കേട്ടോ, നംഗ പർവ്വതമാണ് ഇന്ത്യയിൽ എന്താ പർവ്വതങ്ങളുടെ രാജാവ് എന്ന് വിശേഷണമുള്ളത്. ഡയാമീർ എന്ന പേര് ഉള്ളത് ആർക്കാണ്? നംഗ പർവ്വതനാണ്. ഇനി അതുപോലെ തന്നെ ഹിമാലയത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പീക്കാണ് അന്നപൂർണ എന്ന് പറയുന്ന കൊടുമുടി. ഇത് നമ്മുടെ നേപ്പാളിലാണ്. കേട്ടോ, അന്നപൂർണ എവിടെയാണ്? നേപ്പാൾ അല്ലെ. എവറസ്റ്റ് പോലെ, എവറസ്റ്റും നേപ്പാളിലാണ് അല്ലേ. അതേ നേപ്പാളിലുള്ള മറ്റൊരു പീക്കാണ് ആര്? അന്നപൂർണ. അന്നപൂർണയെ പറ്റി പറയുകയാണെങ്കിൽ ഹിമാലയത്തിലെ ദ മോസ്റ്റ് ഡേഞ്ചറസ് പീക്ക് അന്നപൂർണയാണ്. കേട്ടോ, കാരണം അന്നപൂർണ ഒരു മൗണ്ടനർ കയറാൻ പറ്റാത്ത ഒരു പീക്കാണ്. കാരണം ഈ കൊടുമുടി എപ്പോഴും മഞ്ഞിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പർവ്വതം കയറുന്ന ആൾക്കാർക്ക് അന്നപൂർണയിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇതുവരെ കയറാൻ സാധിക്കാത്ത ഒരു പീക്കാണ് ആര്? അന്നപൂർണ. അന്നപൂർണ എവിടെയാണ്? അന്നപൂർണ സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് അല്ലെ. അപ്പൊ ഇതുപോലുള്ള പർവ്വതങ്ങളാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ പർവ്വതങ്ങളാണെങ്കിൽ അത് ഹിമാലയത്തിന്റെ ഗ്രേറ്റർ ഹിമാലയ ഭാഗമാണ്. അഥവാ വേറൊരു പേരുണ്ട്, ഗ്രേറ്റർ ഹിമാലയ ഈസ് ഓൾസോ നോൺ ആസ് എന്താ? ഹിമാദ്രി എന്നും അറിയപ്പെടുന്നു. ഗ്രേറ്റർ ഹിമാലയ അറിയപ്പെട്ട പേരെന്താണ്? ഹിമാദ്രി എന്ന്. കേട്ടോ, അപ്പൊ നമുക്ക് എക്സാമിൽ ചോദിക്കും. ഇപ്പൊ എങ്ങനെയായിരിക്കും? ഇങ്ങനെ എവറസ്റ്റ്, കാഞ്ചൻജംഗ ഇതൊക്കെ ഹിമാലയത്തിന്റെ ഏത് പാർട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവറസ്റ്റും കാഞ്ചൻജംഗയൊക്കെ ആരടാ? പീക്കുകളാണ്, പർവ്വതങ്ങളാണ്. സോ ഏതാ? ഗ്രേറ്റർ ഹിമാലയ അഥവാ ഹിമാദ്രി അല്ലെ. ചിലപ്പോൾ ഗ്രേറ്റർ ഹിമാലയ എന്നായിരിക്കും ഓപ്ഷൻ, അല്ലെങ്കിൽ എന്താ? ഹിമാദ്രി ആയിരിക്കും അല്ലെ. ഇനി നമുക്ക് തരുന്നത് ഒരു ഹിൽ സ്റ്റേഷൻ ആണെങ്കിലോ ഷിംല, ഡാർജിലിംഗ്, കുളു മണാലി ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ നേരെ രണ്ടാമത്തെ പോകും. അതാണ് ഏത്? നമ്മുടെ ലെസ്സർ ഹിമാലയ എന്ന് പറയുന്ന ഭാഗം അല്ലെ. നമ്മുടെ രണ്ടാമത്തെ ഭാഗം ഏതാണ്? ലെസ്സർ ഹിമാലയ, നമ്മുടെ ഹിൽ സ്റ്റേഷൻ അല്ലെ. ഞാൻ ഇപ്പോൾ പറഞ്ഞ സുഖവാസ കേന്ദ്രങ്ങളും താഴ്വാരങ്ങളും ഹിൽസ് ആൻഡ് വേലികൾ കാണപ്പെടുന്ന പ്രദേശം ഏതാ? ലെസ്സർ ഹിമാലയ അഥവാ ഹിമാചൽ എന്ന് അറിയപ്പെടുന്നു. നേരത്തെ ഗ്രേറ്റർ ഹിമാലയ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? ഗ്രേറ്റർ ഹിമാലയ ഈസ് ഓൾസോ നോൺ ആസ് ഹിമാദ്രി. സെയിം ലെസ്സർ ഹിമാലയ ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? ഹിമാചൽ. ഹിമാചൽ എന്ന പേരിലാണ് ആരറിയപ്പെടുന്നത്? ലെസ്സർ ഹിമാലയ അറിയപ്പെടുന്നത്. ലെസ്സർ ഹിമാലയ ഈസ് ഓൾസോ നോൺ ആസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് ഹിമാചൽ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് എന്ത് ചെയ്യാം? പരിചയപ്പെടുത്തി തരാം. ഇന്ത്യയിലെ കുറച്ച് പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ. നമ്മുടെ കാശ്മീർ, അതായത് ജമ്മു കാശ്മീരിലുള്ള പ്രധാനപ്പെട്ട ജമ്മുവിലെ രണ്ട് പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ്. ഒന്ന് സോനാമാർഗ്, ഒന്ന് ഗുൽമാർഗ്. കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ചോദിക്കും സോനാമാർഗ്, ഗുൽമാർഗ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മുവിലാണ്. ജമ്മുവിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ഹിൽ സ്റ്റേഷൻസ് ആണ് ആര്? ഒന്ന് സോനാമാർഗും മറ്റൊന്ന് ഗുൽമാർഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹിമാചൽ പ്രദേശ് എടുത്താൽ ഹിമാചലിലുള്ളതാണ് ഒന്ന് ഷിംല, അതുപോലെ തന്നെ ധരംശാല അഥവാ ധർമ്മശാല നമ്മൾ വിശേഷിപ്പിക്കും അല്ലെ. ധർമ്മശാല ഇടയ്ക്കിടയ്ക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ടൊക്കെ വായിക്കുന്ന സ്ഥലമാണ് അല്ലെ. എന്താണ്? ധരംശാലയിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് അല്ലേ, ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ലെ. ധരംശാല അഥവാ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് സ്റ്റേഡിയം. എന്താണ് പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇത്? ധരംശാലയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം. കേട്ടോ, ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇത്? ധരംശാല ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത്. കേട്ടോ, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കാം അല്ലേ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? ഇന്ത്യയിലെ നിലവിൽ ഏറ്റവും പഴക്കം ചെന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം, ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണെന്ന് അറിയോ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന, അതാണ് നിങ്ങളുടെ ഈ തവണത്തെ ഹോംവർക്ക്. കേട്ടോ, ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക, ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? കേട്ടോ, ഞാൻ വേണമെങ്കിൽ ഇതൊരു മുൻവർഷ ചോദ്യമാണ്. അവരന്ന് ചോദിച്ചത് ഈ സ്റ്റേഡിയത്തിന്റെ പേര് തന്നിട്ട്
ഏത് വർഷം ഫോം ചെയ്തെന്നായിരുന്നു അവരുടെ ചോദ്യം. ഏത് വർഷമാണ് ഈ ഒരു സ്റ്റേഡിയം ഓപ്പൺ ചെയ്തത്? ഞാൻ ആ വർഷം എഴുതി തരാം, അപ്പൊ നിങ്ങൾ ആ സ്റ്റേഡിയം എന്ന് എഴുതുക. 1864 ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം ഓപ്പൺ ചെയ്തത്. ഏതാണ് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈ ഒരു സ്റ്റേഡിയം. 1864 ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഓപ്പൺ ചെയ്തത്. ഏതാണ് ആ ക്രിക്കറ്റ് സ്റ്റേഡിയം? ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ആ സ്റ്റേഡിയമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം കേട്ടോ. അപ്പൊ എന്തുകൊണ്ട് SSC എക്സാമിന് അതിന്റെ വർഷം ചോദിച്ചെന്ന് മനസ്സിലായോ? ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അത് അല്ലേ. സോ ആദ്യമാണ് എന്ത് ചോദിക്കും? ഉറപ്പായിട്ടും വർഷം ചോദിക്കും. അതുകൊണ്ടാണ് അവർ ആ വർഷം ചോദിച്ചത്. ഏത് വർഷം? 1864. കമന്റ് ചെയ്യുക ഏതാണ് ആ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം. ഓക്കെ, കണ്ടല്ലോ. ഡൽഹൌസി, ഹിമാചലിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷൻ ആണ് ആര്? ഡൽഹൌസി ക്രിക്കറ്റ് സ്റ്റേഡിയം. എവിടെയാണ്? ഹിമാചൽ. അപ്പൊ ഹിമാചൽ ആരൊക്കെയാ? ഷിംല, ധരംശാല, ഡൽഹൌസി. ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയം മറക്കല്ല്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ദെൻ ഉത്തരാഖണ്ഡിൽ നമ്മൾ പോകുമ്പോൾ ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ആണ് ഒന്ന് അൽമോറ, നൈനിറ്റൽ, അതുപോലെ തന്നെ മസോറി കേട്ടോ. ആരൊക്കെയാണ്? അൽമോറ, നൈനിറ്റൽ, മസോറി. ഇതൊക്കെ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. മസോറിക്ക് ഒരു ടാഗ് ഉണ്ട്. ഇന്ത്യയിൽ ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന കേട്ടോ, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്ന പട്ടം വിശേഷപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനാണ് ഉത്തരാഖണ്ഡിലെ മസോറി. ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി. എടാ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഈ ക്യൂനെ ഞാൻ മാറ്റി പ്രിൻസസ് എന്നാക്കിയാൽ, പ്രിൻസസ്, രാജകുമാരി കേട്ടാ. ആരാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി? പ്രിൻസസ്. ക്യൂനാണ്, റാണിയാണ് മസോറി എന്ന ക്വസ്റ്റ്യൻ പ്രിൻസസ് ആണ്. അത് മാറും നമ്മുടെ കൊടൈക്കനാൽ. ഏതാണ്? കൊടൈക്കനാൽ. നമ്മുടെ തമിഴ്നാട്ടിലെ കൊടൈക്കനാലാണ് നമ്മുടെ എന്താ പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി. രാജകുമാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ ഏതാണ്? കൊടൈക്കനാലാണ്. എന്നാ റാണി എന്നാണ്, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നാണ്. അതാരാണ്? അത് മസോറിയാണ്. മസോറിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ എന്ത്? റാണി എന്നറിയപ്പെടുന്ന, എന്ന രാജകുമാരി എന്നറിയപ്പെടുന്ന പ്രിൻസസ് ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ക്വസ്റ്റ്യൻ മാറുകയാണ്. തമിഴ്നാട്ടിലെ കൊടൈക്കനാലാണ് പ്രിൻസസ്. ഓക്കെ, ഇതൊക്കെ ഉത്തരാഖണ്ഡിലാണ്. ഇനി വെസ്റ്റ് ബംഗാളിൽ നമ്മൾ പോയാൽ വെസ്റ്റ് ബംഗാളിലാണ് ദ ഫേമസ് ഡാർജിലിംഗ് അല്ലേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ പറഞ്ഞൊരു കാര്യം കൂടിയായിരുന്നു ഡാർജിലിംഗ്. ഡാർജിലിംഗ് എവിടെയാണ്? ഹിമാലയമാണ്, വെസ്റ്റ് ബംഗാളിലാണ് അല്ലെ. നമ്മുടെ ഡാർജിലിംഗ് റെയിൽവേ അല്ലേടാ, ഗൂം റെയിൽവേ സ്റ്റേഷൻ അല്ലെ, ഡാർജിലിംഗ് അല്ലെ. നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു സുഖവാസ കേന്ദ്രമാണ് ഡാർജിലിംഗ്. ഏറ്റവും ലാസ്റ്റ് അരുണാചലിൽ തവാങ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് അരുണാചലിലെ തവാങ് എന്ന് പറയും. നമുക്ക് ഈ തവാങ്ങിന്റെ നമ്മളൊരു പ്രദേശം നമ്മൾ കണ്ടാൽ നമുക്ക് കാണാം, തവാങ്ങിൽ ഒരു മൊണാസ്ട്രി ഉണ്ട്, തവാങ് മൊണാസ്ട്രി. എന്താണ് മൊണാസ്ട്രി? നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചതാണ് അല്ലേ. ബുദ്ധമതക്കാരുടെ വർഷിപ്പ് പ്ലേസുകളാണ് മൊണാസ്ട്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊണാസ്ട്രി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊണാസ്ട്രി തവാങ് മൊണാസ്ട്രി ആണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മൊണാസ്ട്രി ഏതാണ്? തവാങ് ആണ്. തവാങ് എവിടെയാ? അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. തവാങ് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് തവാങ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും എന്താണ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു മൊണാസ്ട്രി ആണ് ആര്? തവാങ് മൊണാസ്ട്രി. എവിടെ സ്ഥിതി ചെയ്യുന്നു? അരുണാചൽ പ്രദേശിലാണ് കേട്ടാ. എനിക്ക് പേഴ്സണലി തവാങ്ങിനെക്കാളും ഒരുപാട് ഇഷ്ടപ്പെട്ട മറ്റൊരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. ഇവിടെ എന്തറിയോ? നമ്മുടെ ഹിമാചൽ പ്രദേശിലെ കീ മൊണാസ്ട്രി. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ യൂട്യൂബ് എടുക്കുക അല്ലെങ്കിൽ ഗൂഗിൾ എടുത്ത് ഈ ഒരു മൊണാസ്ട്രി കാണുക. ഉറപ്പാണ് നിങ്ങൾ ഈ മൊണാസ്ട്രി കണ്ടാൽ നിങ്ങളുടെ ഒന്ന് കാണുന്ന മാർത്തെ നിങ്ങൾ പറയും വാ എന്ന് നിങ്ങൾ പറയും. അത്രയ്ക്ക് മനോഹരമായ ഒരു മൊണാസ്ട്രി ഉണ്ട്. ഹിമാചലിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. നമ്മുടെ സ്പിത്തി വാലി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മണാലിയിലേക്ക് മുകളിൽ സ്പിത്തി താഴ്വാരം എന്ന പ്രദേശമുണ്ട്. ആ സ്പിത്തി വാലിയിലുള്ള വളരെ മനോഹരമായ ഒരു മൊണാസ്ട്രിയാണ് കീ മൊണാസ്ട്രി എന്ന് പറയുന്നത്. കീ മൊണാസ്ട്രി പ്രീവിയസ് ഒരു ചോദ്യമാണ്, ചോദിച്ചിട്ടുണ്ട്. കീ മൊണാസ്ട്രി ഏത് സ്റ്റേറ്റിലാണ്? കീ മൊണാസ്ട്രി ഹിമാചൽ പ്രദേശ്. തവാങ് മൊണാസ്ട്രി ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മൊണാസ്ട്രി അതെവിടെ? അരുണാചൽ പ്രദേശിൽ. അരുണാചലിലെ തവാങ്. കീ എവിടെയാണ്? കീ ഹിമാചൽ പ്രദേശിലുമാണ്. കീ മൊണാസ്ട്രി കാണുക, വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. വിന്ററിലും
സമ്മറിലും. രണ്ടും തന്നെ കാണണം. കീ മൊണാസ്ട്രി വിന്ററിലും കാണണം, സമ്മറിലും കാണണം. കാരണം വിന്ററിൽ ആ പ്രദേശം പൂർണ്ണമായും മഞ്ഞിന്റെ അടിയിലാവും. നമുക്ക് കാണാം ആ മൊത്തം സ്ഥലം എന്താ കൂടെ മഞ്ഞ് മൂടിക്കിടക്കും. എന്നാൽ വിന്ററിലാണെങ്കിലോ സമ്മറിലാണെങ്കിലോ അതിനേക്കാളും വേറൊരു ഭംഗിയാർന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. കാണുക കീ മൊണാസ്ട്രി, ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇങ്ങനെയുള്ള സുഖവാസങ്ങൾ കേന്ദ്രങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് ഹിമാലയത്തിന്റെ ലെസ്സർ ഹിമാലയ അഥവാ ഹിമാചൽ എന്ന് പറയുന്ന പ്രദേശം. ഞാൻ പറഞ്ഞു ഈ കുന്നുകളുടെ താഴ്വാരങ്ങൾ നമ്മുടെ കാശ്മീർ പോലുള്ള മണാലി പോലുള്ള താഴ്വാരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ കാശ്മീരൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഈ കാശ്മീരിലൊക്കെ ഒരുപാട് മരങ്ങൾ അല്ലേ, നമുക്ക് ഒരുപാട് മരം കാണാം. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ മരങ്ങളല്ല അവിടെ ഉള്ളത് അല്ലേ. ഈ താഴ്വാരങ്ങളിൽ, ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിൽ നമ്മൾ കാണുന്ന മരങ്ങൾ, അതായത് മരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ മരം? നമ്മുടെ പൈൻ മരം കണ്ടിട്ടില്ലേ? പൈൻ മരം അല്ലേ, പൈൻ, ഓക്ക്, ഡിയോഡർ, ഫിർ, ഇങ്ങനെയുള്ള മരങ്ങൾ നമുക്ക് ഈ പറയുന്ന താഴ്വാരങ്ങളിൽ കാണാൻ പറ്റും. ഈ മരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളുടെ എല്ലാം ടോപ്പ് വശം കൂർത്തിരിക്കും. പൈൻ മരമൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, മുകൾ ഭാഗം എങ്ങനെയാ? നല്ല കൂർത്തിരിക്കും അല്ലേ. അങ്ങനെ കൂർത്തിരിക്കുന്ന ടോപ്പ് വശമുള്ള മരങ്ങളാണ് പൈൻ ട്രീ, ഡിയോഡാർ, ദേവദാരു, ഓക്ക്, ഫിർ. ഇങ്ങനെയുള്ള മരങ്ങളെ നമ്മളൊരു പേര് പറയും. ഇവർ നമ്മൾ പറയുന്നതാണ് കോണിഫറസ് ട്രീകൾ എന്ന് പറയും. ഇങ്ങനെയുള്ള മരങ്ങളെ നമ്മൾ പൊതുവായി വിളിക്കുന്ന ഒരു പേരാണ് എന്ത്? കോണിഫറസ് ട്രീസ് എന്ന് പറയും. കോണിഫറസ് ട്രീ കേട്ടാ. ഈ കോണിഫറസ് ട്രീ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ മൗണ്ടൻ ഫോറസ്റ്റിന്റെ ഭാഗമാണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും കേട്ടാ. ഈ പറയുന്ന മരങ്ങൾ, ഈ പൈൻ മരം, അതായത് കോണിഫറസ് ട്രീക്ക് എക്സാമ്പിൾ ആണ് ആര്? പൈനും ഓക്കൊക്കെ. ഇതൊക്കെ എന്ത് ഫോറസ്റ്റിന് ഉദാഹരണം? എന്ത് ഫോറസ്റ്റാ? മൗണ്ടൻ ഫോറസ്റ്റുകളാണ്. എന്ത് ഫോറസ്റ്റ് ആണ്? മൗണ്ടൻ. നമ്മൾ വേറെ ക്ലാസ്സിൽ പഠിക്കും ഇന്ത്യയിലെ ഫോറസ്റ്റുകൾ, എവർഗ്രീൻ, ഡെസിഡിയസ്, ഡെസേർട്ട്, മാൻഗ്രോവ്, അതുപോലൊരു ഫോറസ്റ്റ് ആണ് മൗണ്ടൻ ഫോറസ്റ്റ്, മലകളിലുള്ള വനങ്ങൾ. ആ മൗണ്ടൻ ഫോറസ്റ്റിന് ഉദാഹരണമാണ് ആര്? കോണിഫറസ് ട്രീകൾ. ആരൊക്കെ? പൈൻ, ഓക്ക്, ഡിയോഡർ. ഇങ്ങനെയുള്ള മരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഏത് പ്രദേശത്ത്? ഹിമാലയത്തിന്റെ ഏതാണ്? ലെസ്സർ ഹിമാലയ ഭാഗങ്ങളിൽ. അപ്പൊ ലെസ്സർ ഹിമാലയ എന്ന് പറയുമ്പോൾ എന്താണ്? സുഖവാസംഗ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച പ്രദേശങ്ങൾ, ഹിൽ സ്റ്റേഷൻ. ഓക്കെ, നമ്മൾ ഇനി ഏറ്റവും അവസാനം ഹിമാലയത്തിന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോകുകയാണ്. നമ്മൾ പഠിച്ചതാണ് മൂന്നാമത്തെ ഭാഗം ഏതാണ്? 1200 മീറ്ററിന് താഴോട്ടുള്ള പ്രദേശം. അപ്പൊ നമ്മൾ പറയും ഔട്ടർ ഹിമാലയ എന്ന് പറയും അല്ലെ. നമ്മളെ ഡൂണുകൾ കാണപ്പെടുന്ന പ്രദേശം അല്ലെ, ഡെറാഡൂൺ പോലുള്ള ഡൂണുകൾ കാണപ്പെടുന്ന പ്രദേശം. സോ ഈ പ്രദേശത്തെ നമ്മൾ ഒരു പേര് വിളിക്കും ഔട്ടർ ഹിമാലയ ഈസ് ഓൾസോ നോൺ ആസ് സിവാലിക്. ഗ്രേറ്റർ ഹിമാദ്രി, ലെസ്സർ ഹിമാചൽ, ഔട്ടർ സിവാലിക്. ഗ്രേറ്റർ, ലെസ്സർ, ഔട്ടർ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഓർഡർ നോക്കിക്കോളേ. ഹിമാദ്രി, ഹിമാദ്രി എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞ് കൊണ്ടുള്ള അദ്രി പർവ്വതങ്ങൾ, അതിലെ ടോപ്പ്. ദെൻ രണ്ടാമത്തത് ഹിമാചൽ. ദെൻ മൂന്നാമത്തത് സിവാലിക്. ഔട്ടർ ഹിമാലയ ഈസ് നോൺ ആസ് എന്താ? സിവാലിക്. ഡൂണുകൾ കാണപ്പെടുന്ന പ്രദേശം ഏതാ? സിവാലിക് അല്ലെ, സിവാലിക്കിലാണ്. ഓക്കെ, ഇനി ഈ സിവാലിക്കിൽ പൊതുവായി കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രീ ആണ് നമ്മുടെ സാൽ മരങ്ങൾ. നമ്മുടെ സാൽ മരങ്ങൾ ധാരാളമായി ഏത് പ്രദേശത്തുണ്ട്? ഈ സിവാലിക് റീജിയനിലുണ്ട്. അത് മാത്രമല്ല ഈ സിവാലിക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ 1200 മീറ്ററിന് താഴോട്ടുള്ള പ്രദേശമാണ്. സോ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കർഷകർ, ഹിമാലയത്തിൽ തന്നെ കർഷകരൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ഭാഗം ഏത് റീജിയനാണ്? ഈ ഔട്ടർ ഹിമാലയ ഭാഗമാണ് കേട്ടാ. അത് മാത്രമല്ല കർഷകർ കൃഷി ചെയ്യുന്നത് മാത്രമല്ല ഈ പ്രദേശത്താണ് ഹിമാലയത്തിലെ ഉരുൾപൊട്ടൽ, ഭൂകമ്പം, ഭൂമികുലുക്കം ഇതുപോലുള്ള ദുരന്തങ്ങൾ നടക്കുന്നതും ഹിമാലയത്തിന്റെ ഏത് വശങ്ങളിലാ? ഔട്ടർ ഹിമാലയയിലാണ്. കാരണം ധാരാളം മഴയും പെയ്യുന്ന ഒരു പ്രദേശമാണ് ഇത് ഔട്ടർ ഹിമാലയ എന്ന് പറയുന്നത്. സോ ഈ പ്രദേശത്തെ ജനങ്ങൾ ഞാൻ പറയും കൃഷി ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ മഴയുള്ള സമയങ്ങളിൽ അവര് പ്രധാനമായും ഈ ഒരു ഭാഗത്ത് അവർ ചെയ്തിരുന്ന ഒരു കൃഷി രീതിയാണ് ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. സിവാലിക് റീജിയനിൽ പൊതുവായി ചെയ്തു വരുന്ന ഒരു കൃഷി രീതിയാണ് ഇത് ടെറസ് ഫാമിംഗ്. എന്താണ് ഈ ടെറസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ? ടെറസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതി. തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതികളാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ടെറസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതിയാണ് അല്ലേ. അപ്പൊ എന്തിനാണ് ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള കൃഷി ചെയ്യുന്നത്? തട്ടുതട്ടായി നടത്തുന്ന ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മണ്ണൊലിപ്പ് തടയാനാണ് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ റബ്ബറൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ റബ്ബറൊക്കെ നമ്മൾ എങ്ങനെയാണ്? തട്ടുതട്ടായിട്ടാണല്ലേ. പ്ലാറ്റ്ഫോം അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാറുള്ള? റബ്ബർ വെക്കാറുള്ളത്. കാരണം എന്താണ്? മഴ സമയങ്ങളിൽ മണ്ണൊലിപ്പ് തടയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെറസ് ഫാമിംഗ് ചെയ്യുന്നത്.
അപ്പൊ കണ്ടല്ലോ, ഔട്ടർ ഹിമാലയകളെ വിളിച്ചിരുന്ന പേരാണെന്ത്? സിവാലിക് അല്ലേ? അപ്പൊ ഗ്രേറ്റർ ഹിമാദ്രി, ലെസ്സർ ഹിമാചൽ, ഔട്ടർ സിവാലിക് അല്ലേ? നമ്മുടെ ചോദ്യം ഇതാണ്, എവറസ്റ്റ് കാഞ്ചൻജംഗയൊക്കെയാണ് ഹിമാദ്രി, കുളു മണാലി കാശ്മീർ ഡാർജിലിംഗ് ഒക്കെയാണ് ഹിമാചൽ, ഡൂണ് ഡെറാഡൂൺ ഒക്കെയാണ് ഏതാടാ? സിവാലിക്. അങ്ങനെ ഹിമാലയത്തെ 3 ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഗ്രേറ്റർ ഹിമാലയ, ലെസ്സർ ഹിമാലയ, ഔട്ടർ ഹിമാലയ. എവറസ്റ്റ് ഹൈറ്റ് എത്രടാ? 8 അല്ലേ? കാഞ്ചൻജംഗയോ 8.5. ഇന്ത്യയിൽ ഏറ്റവും പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൊടുമുടി പൂർണ്ണമായും എന്നുണ്ട് അത് കേറ്റുവുമല്ല കാഞ്ചൻജംഗയല്ല. ഇന്ത്യയിലെ 3ാമത്തെ ഉയരം കൂടി കൊടുമുടി ആര്? നമ്മുടെ നന്ദാ ദേവി. ഏത് സ്റ്റേറ്റിലാണ്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഹിമാലയത്തിന്റെ 3 പ്രദേശങ്ങളാണ് അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഹിമാലയത്തെ പറ്റി നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോ, അതായത് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് അടുത്തൊരു ക്ലാസ്സിലെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും ഓക്കെ എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.